CNG എന്ന് പറയുന്ന ടെക്നോളജി, CNG എന്ന് പറഞ്ഞ ടെക്നോളജി, അതിനെക്കുറിച്ച് കേട്ടിട്ട് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഹൈസ്കൂൾ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ടീച്ചർ ഉപയോഗിക്കുന്ന വണ്ടി ഒരു സ്വിഫ്റ്റാണ്. അവരാകെ കുറച്ച് കിലോമീറ്റർ ഒരു ദിവസം ഓട്ടോ ഉള്ളൂ. അവൾ ആകെ ഓടിക്കുന്നത് 2 കിലോമീറ്റർ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും, 4 കിലോമീറ്റർ പരമാവധി. ഇനി ആഴ്ചയിൽ മാക്സിമം പോയാൽ ചെറിയൊരു ഫാമിലി ഔട്ടിംഗ് എന്നുള്ള രീതിയിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും പോകും. അതൊരു മാസം പരമാവധി ഓടുന്നത് 500 കിലോമീറ്റർ താഴെയാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം CNG ചെയ്യുക എന്ന് പറയുന്നത് അത്ര എക്കണോമിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന 50,000 രൂപ പ്രോഫിറ്റ് ആവണമെങ്കിൽ ചിലപ്പം വർഷങ്ങൾ എടുത്തെന്നിരിക്കും. അതേസമയം റെഗുലറായിട്ട് ഓടുന്ന ആളുകൾ, ഒരു മാസം ഒരു 1500, 1000-ന് മുകളിൽ കിലോമീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5-6 മാസം കൊണ്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് പ്രോഫിറ്റിലേക്ക് ആക്കാൻ പറ്റും. എക്കണോമിക്കലി നോക്കുന്ന സമയത്ത് ഇത് ഒരു കാര്യം CNG ചെയ്യുക എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ എന്താ പറയണ്ടേ, ഒരു ഇക്കോ ഫ്രണ്ട്ലി ഗ്യാസ് എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കുമ്പോൾ എമിഷൻ വളരെ കുറയ്ക്കുക. സ്മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ വണ്ടി പെർഫെക്റ്റ് ആണ്, എൻജിൻ കണ്ടീഷനാണ്, നമ്മുടെ എൻജിൻ കാരണം നമ്മുടെ സൊസൈറ്റിക്ക് മോശമായിട്ടൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ CNG ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാർബൺ മോണോക്സൈഡും അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണിൻ്റെ ഒക്കെ എമിഷൻ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും.